അങ്ങനെ ഷാലു മോള് ഒരുങ്ങി നിൽക്കുക കേട്ടോ വീട്ടിൽ പോകാൻ വേണ്ടി. അവൾ ഇന്നങ്ങ് പോവുകയാണ്. അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ അവൾ ലീവ് എടുത്തതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് പോകാൻ ഭയങ്കര മടിയാണെന്നാട്ടോ പറയുന്നത്. ഞാൻ പറഞ്ഞു 2 ദിവസം കൂടെ നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ അവൾ നിന്നാനേ, പക്ഷെ അവൾക്ക് ക്ലാസ്സൊക്കെ പിന്നെ പോവും, പിന്നെ ജോലിക്കും പോകുന്നുണ്ടല്ലോ, അപ്പോൾ ലീവ് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനെ മമ്മിക്ക് വേണ്ടി നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. മമ്മി ഇപ്പം വരും, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾക്ക് പോകാമെന്നും പറഞ്ഞിട്ടാണ്. പിന്നെ എന്താ അവൾ മേടിച്ച ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അപ്പോൾ അത് എനിക്ക് അതിനകത്ത് ആവശ്യമുള്ളത് എടുത്തോളാൻ പറഞ്ഞു കേട്ടോ അവൾ. ഞാൻ പിന്നെ അധികം ഒന്നും എടുത്തില്ല, ഒരു ഷെയ്ഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ബാക്കിയൊക്കെ നീ ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിലെ ഒരു ഷെയ്ഡ് എനിക്ക് ഒരുപാട് ലൈറ്റ് ഷെയ്ഡ് ഞാൻ അങ്ങനെ എടുക്കാറില്ല, എനിക്കത് ഇട്ടാലും ചേരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത്ര ബ്രൈറ്റ് അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡൊക്കെ എടുക്കാറുള്ളൂ. അങ്ങനെ പിന്നെ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തു. ഇതിന് അത്യാവശ്യം നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം കൊള്ളാവോ എനിക്കറിയത്തില്ല, നല്ല റേറ്റ് കുറവാണ്. ഈ ഒരു 8 പീസ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല, കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല ഷെയ്ഡൊക്കെയാണ്. മീഷോയിൽ നിന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു മേടിച്ചത് അവൾ. സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം എനിക്ക് വാങ്ങിക്കാനെന്നിങ്ങനെ ഞാൻ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മമ്മി വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞിട്ടായിരുന്നു അവിടുന്ന് മമ്മി ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒന്നും വെക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഫുഡ് കൊണ്ടുവരും, നീ ഒന്നും വെക്കണ്ട. പക്ഷേ രാവിലെ കുഞ്ഞൻ ജോലിക്ക് പോകുമെന്നും പറഞ്ഞിട്ട് രാവിലെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തട്ടിക്കുട്ടി കറിയൊക്കെ, ഇന്നലത്തെ കറിയുടെ ബാലൻസൊക്കെ ഇരുന്നത് ചൂടാക്കിയും അങ്ങനെ എന്തൊക്കെയോ അനിയത്തിയും ചേട്ടനും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അമ്മ വിളിച്ച് പറഞ്ഞത് മമ്മി വരുന്നുണ്ട്, അന്നേരം പിന്നെ നീ ഫുഡൊന്നും വെക്കണ്ടാന്ന്. പക്ഷെ ഞങ്ങൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നീടൊന്നും ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. കുഞ്ഞിന് രാവിലെ ആയപ്പോൾ നല്ല കാലുവേദനയായി, അതുകൊണ്ട് പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ കാലുവേദനയൊക്കെ ആയിട്ട് അവിടെ വരെ പോയിട്ട് പിന്നെ തിരിച്ച് വരേണ്ടി വന്നാലോ എന്ന് പറഞ്ഞ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ദൂരം ട്രാവലിംഗ് ഉണ്ടായിരുന്നല്ലോ, ഈ ട്രിവാൻഡ്രം വരെ പോയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വന്നു. അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ആൾക്ക് നല്ല ബുദ്ധിമുട്ടായി. രാവിലെ എഴുന്നേറ്റപ്പോൾ കാല് തറയിൽ കുത്താൻ വയ്യ, അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ മമ്മി വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ലേറ്റ് ആയിട്ടോ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ മമ്മി വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ 3 പേര് ഇരുന്നത്. അപ്പോൾ ഇത് കുറേ ദിവസം കൊണ്ട് ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ് പൊതിച്ചോറ്. ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ ഇന്ന് കിട്ടി കേട്ടോ. ഇന്നലെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് പൊതിച്ചോറ് കഴിക്കാൻ നല്ല കൊതിയാവുന്നു, വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഒരു പൊതി കൊണ്ടുവരണേ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി വരുമ്പോഴത്തേക്ക് ഞാൻ മമ്മിയുടെ കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ പൊതിച്ചോറൊക്കെ ആയിട്ട് മമ്മിയുടെ കൊടുത്തു വിട്ടു. സംഭവം കീഴു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാളിന് ശേഷം കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു സംഭവം അതിൻ്റെ ഒരു മണമൊക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഇന്നാണെങ്കിൽ പൊതിച്ചോറിനകത്ത് മീൻ വറുത്തതും ചമ്മന്തിയും മുട്ട വറുത്തതും തോരനും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. സംഭവം കിടുവായിരുന്നു. ഒരു പൊതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും കുഞ്ഞനും കൂടെ ഷെയർ ഇട്ടാട്ടോ കഴിച്ചത്. ഞങ്ങൾക്ക് ഒരു പൊതിച്ചോറ് ഞങ്ങൾ 2 പേരും കൂടെ കഴിക്കാനുള്ളതുണ്ട്, കാരണം അത്രയ്ക്ക് റൈസ് ഉണ്ടായിരുന്നു. ഷാലുവിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പൊതിച്ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് കറികളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വാരി കൊടുത്തു, 2-3 ഉരുള അവൾക്ക് വാരി കൊടുത്തു കേട്ടോ. നമുക്ക് പണ്ടൊക്കെ കൊതി തോന്നുമ്പോഴത്തേക്ക് അവിടെ പഴയ വീടുണ്ടല്ലോ, നമ്മുടെ കല്ലും താഴത്ത് നിന്ന സമയത്ത് അവിടെ വാഴകളൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കൊതി തോന്നുമ്പോൾ അപ്പോഴേ നമുക്ക് പൊതിച്ചോറ് കെട്ടി തിന്നാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നമുക്ക് ഇവിടെ വാഴയുടെ ഒരു പൊടി പോലും കാണാനില്ല. അപ്പോൾ ഒരു ഇല കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീട്ടിൽ വാഴയൊക്കെ നിൽപ്പുണ്ട്, അപ്പം വീട്ടിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു പൊതിച്ചോറ് കൊണ്ടുവരണേന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞത്. എന്തായാലും സംഭവം എൻ്റെ ആഗ്രഹം പോലെ ഇന്ന് തന്നെ കിട്ടി. ഇന്നലെയാണ് ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, പക്ഷേ ഇന്ന് തന്നെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ എന്താ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ശാലുവും മമ്മി അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി പിന്നെയും പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഇന്നലെ കൊണ്ടുവന്ന ഡ്രസ്സായിരുന്നു. എനിക്കും കുഞ്ഞിനും കൊണ്ടുവന്ന ടീഷർട്ടും ഒരു ഇതും ഉണ്ടായിരുന്നു, ക്രോപ്പ് ടോപ്പ്. എനിക്ക് ക്രോപ്പ് ടോപ്പ് ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് അവളത് മാറാൻ വേണ്ടി കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിൻ്റെ ടീഷർട്ടും ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർ പിന്നെ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മമ്മി അങ്ങനെ അവളെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് നമുക്ക് എവിടുന്ന വക്കീൽ ഓഫീസിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് അവിടെ വക്കീലിനെ കാണാൻ വേണ്ടി, നമ്മുടെ കേസ് നടക്കുവാണല്ലോ, മറ്റേ ആക്സിഡൻറ്റ് കേസ്, അതുകൊണ്ട് അവിടെ മേലെ ഈ ബില്ലൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകാനിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പം ചെല്ലാനെന്നും പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചു. അപ്പോൾ കുഞ്ഞിനെ തന്നെ വിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മിയും കൂട്ടിയിട്ടാട്ടോ വിട്ടത്. അപ്പോഴത്തേക്ക് മമ്മി ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു ഷാലുവിനെ കൊണ്ടാക്കിയിട്ട്. പക്ഷെ കുറച്ചും കൂടെ മുന്നേ കോള് വന്നെങ്കിൽ ഷാലുവിനെയും കൂടെ അങ്ങ് അയത്തിലാക്കായിരുന്നു. ഇതിപ്പം അവൾ അവിടെ നിന്ന് ബസ് കയറി രണ്ട് ബസ് കയറേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ
പിന്നെ മമ്മിയും കുഞ്ഞനും കൂടെ പിന്നെ അവിടെ പോയിട്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് ഒന്ന് മയങ്ങി കേട്ടോ. അങ്ങനെ മയങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് മമ്മി പറഞ്ഞു ചായ ഇട്ട് തരാം. എനിക്ക് പിന്നെ ഞാൻ ചായ ഇപ്പം അങ്ങനെ കുടിക്കാത്തത് കൊണ്ട് പാല് കാച്ചിയിട്ട് അതിനകത്ത് ബൂസ്റ്റോ എന്തെങ്കിലും ഇട്ട് കുടിക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ പിന്നെ മമ്മി പാല് കഴിച്ചപ്പോൾ ഞാൻ പിന്നെ ബൂസ്റ്റ് ഇട്ട് അതും കൂടെ എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ നിന്ന് ഏത്തയ്ക്കാപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ വീട്ടിലിടുന്ന കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മെയിനായിട്ട് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ നമ്മൾ കഴിക്കാറില്ല. അങ്ങനെ ഏത്തയ്ക്കാപ്പവും പരിപ്പുവടയും കഴിഞ്ഞ ദിവസവും പരിപ്പുവടയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അമ്മ ഇട്ടതാണോ എന്ന് ചോദിച്ചു. അമ്മ ഇട്ടതാട്ടോ. അമ്മയാണ് പരിപ്പുവടയും ഏത്തയ്ക്കാപ്പവും ഒക്കെ വീട്ടിൽ നമുക്ക് ചെറിയൊരു കച്ചവടം പോലെ ഉണ്ടല്ലോ, അപ്പോൾ വീട്ടിലിടുന്നതാണ്. അങ്ങനെ പിന്നെ അത് ഞങ്ങൾ പിന്നെ 3 പേരും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും കൊടുത്തു വിട്ടു. രാവിലെ ഇഡ്ഡലി സാമ്പാറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കും കൂടെ 2 കൊണ്ടുപോരെ, അമ്മയുടെ സാമ്പാർ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അതിൽ നിന്നും 2 കഴിച്ചു. ഇനി അങ്ങനെ ഒന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. പിന്നീട് മമ്മി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുമായിരുന്നു. ഓറഞ്ചും ആപ്പിളും മാതളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുപ്പി കഴുകാനൊരു ബ്രഷ് ഇല്ലയെന്ന് പറഞ്ഞ് ബ്രഷും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഓരോ സാധനങ്ങൾ ഒന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വെക്കുകയൊക്കെ ചെയ്യണം. എന്തൊക്കെയോ പച്ചക്കറികളോ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ മമ്മി എല്ലാം റെഡിയാക്കി വെച്ചു. ഇവിടെ നമുക്ക് 3 ദിവസമായിട്ട് തുടങ്ങിയ മഴയായിരുന്നു. ഇത് ഇന്നും എടുത്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ. 2-3 ദിവസം മുന്നേ ഞാൻ എടുത്ത വീഡിയോസാണ്. ഇടാൻ കുറച്ച് വൈകി പോയതാണ്. അപ്പോൾ ഇവിടെ 2-3 ദിവസം അടുപ്പിച്ച് നല്ല ഒരു മഴക്കോള് പോലെ ആയിരുന്നല്ലോ. വെയിലൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കൊല്ലത്ത്. അന്നെടുത്ത വീഡിയോ ആട്ടോ. 3 ദിവസമായി കഴുകിയിട്ട തുണിയാണ്, ഉണങ്ങിയിട്ടേ ഇല്ല. പിന്നെ കുഞ്ഞിൻ്റെ നല്ലൊരു ഷർട്ടായിരുന്നു. അത് ഞാൻ പിന്നെ വെറുതെ വെളിയിൽ ഇട്ടേക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എടുപ്പിച്ചു കേട്ടോ. ബാക്കിയൊന്നും എടുത്തില്ല, അവിടെ തന്നെ കിടക്കട്ടെ. റൂമിലായാലും കൊണ്ടുവന്ന് നമ്മൾ അശകെട്ടി ഇട്ടാലും ഉണങ്ങിയില്ലെങ്കിലൊക്കെ നല്ല സ്മെല്ലൊക്കെ ആണല്ലോ. അതുകൊണ്ട് പിന്നെ അല്ലാതെ റൂമിൽ തുണി കിടപ്പുണ്ട് കേട്ടോ, ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ. അപ്പോൾ എല്ലാം കൂടെ കൊണ്ടിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്ത് തന്നെ ഇട്ടു. പിന്നെ രാത്രിയിൽ നമുക്കിന്ന് ചോറായിരുന്നു കേട്ടോ. ചോറ് കൊണ്ടുവന്നത് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ രാത്രിയിലും ചോറാക്കാം. എനിക്ക് പക്ഷേ വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ മരുന്ന് കഴിക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു നുള്ള് കഴിച്ചതേ ഉള്ളൂ കേട്ടോ. മീൻ വറുത്തതും അതും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ചോറ് കഴിച്ചു. പിന്നീടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ അമൃത അലക്സിൻ്റെ അമ്മ ഷൈനിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രേഷ്മയുടെ ബർത്ത്ഡേ നവംബർ 25 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു 2 പേരെയും. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതും അമ്മ തന്നെ ആട്ടോ കഴുകി വെക്കുന്നത്. പിന്നെ ബെഡ് റെസ്റ്റ് ആണെങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റൊക്കെ നടക്കുന്നുണ്ട്. പറ്റുന്നില്ല കേട്ടോ കിടക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.